വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അധ്യായം 20 യേശുവിന്റെ ഉയർപ്പും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതും തോമസിന്റെ വിശ്വാസവും സുവിശേഷത്തിന്റെ ലക്ഷ്യവും പ്രതിപാദിക്കുന്നു. മഗ്ദലേന മറിയം പുലർച്ചെ കല്ലറയിലെത്തിയപ്പോൾ കല്ല് മാറ്റിയതായി കണ്ടു. അവൾ പത്രോസിനെയും മറ്റൊരു ശിഷ്യനെയും വിളിച്ചു. അവർ കല്ലറയിൽ ചെന്നു. യേശുവിന്റെ ശരീരം കാണാനില്ലെന്ന് കണ്ടു. മറിയ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് യേശു അടഞ്ഞ വാതിലിലൂടെ ശിഷ്യന്മാരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അവനവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. തോമസ് ആദ്യം വിശ്വസിച്ചില്ല. യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ തന്റെ കൈകൾ കാണിച്ചു. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യോഹന്നാൻ സുവിശേഷം 21 അധ്യായം. യേശുവിന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് അത്ഭുതകരമായ മീൻപിടുത്തം, പത്രോസിന്റെ പുനഃസ്ഥാപനം, യോഹന്നാനെ കുറിച്ചുള്ള പ്രവചനം എന്നിവയാണ് പ്രതിപാദിക്കുന്നത്. ശിഷ്യന്മാർ ഗലീലയിൽ മീൻ പിടിക്കാൻ പോയി. ഒന്നും കിട്ടിയില്ല. യേശു കരയിൽ നിന്ന് പറഞ്ഞു, വല വലതുവശത്തിടുക. അവർ വലയിൽ ധാരാളം മീൻ പിടിച്ചു. ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു, ഇത് കർത്താവാണ്. യേശു അവർക്ക് മീനും അപ്പവും നൽകി. ഇത് യേശുവിന്റെ ഉയർപ്പിന് ശേഷമുള്ള മൂന്നാമത്തെ പ്രത്യക്ഷമായിരുന്നു. യേശു പത്രോസിനോട് 3 പ്രാവശ്യം ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് മറുപടി നൽകി, കർത്താവേ, നീ അറിയുന്നു. യേശു പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. ഇതിലൂടെ പത്രോസിന്റെ മുൻപ് ചെയ്ത നിഷേധം മറികടന്ന് അവന് വീണ്ടും ശുശ്രൂഷയിൽ സ്ഥാപിച്ചു. യേശു പത്രോസിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, അവൻ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിനക്ക് കാര്യമല്ല. ഇതിലൂടെ യോഹന്നാന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ടായി. യോഹന്നാൻ തന്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.